ഹലോ ഫ്രണ്ട്സ്, വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് 2025 റിലീസായ മലയാള മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് സ്റ്റോറി വികസിക്കുന്നത്. ഒരു IVF സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം കഴിവുള്ള ആളാണെങ്കിലും അർജുന് തൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗൈനക്കോളജി പഠനത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു പുരുഷ വിദ്യാർത്ഥിയായിരുന്ന അർജുൻ തുടക്കത്തിലെ എതിർപ്പുകളെയെല്ലാം അതിജീവിച്ച് ഒരു പ്രശസ്തനായ IVF വിദഗ്ധനായി മാറുന്നു. തൻ്റെ കഴിവും ജോലിയോടുള്ള ആത്മാർത്ഥതയും തെളിയിച്ച് പിന്നീട് സ്വന്തമായി ഒരു IVF ക്ലിനിക്കും ആരംഭിക്കുന്നു. സ്വാതി എന്ന ഫുഡ് ബ്ലോഗറെ അർജുൻ പരിചയപ്പെടുന്നത് അവരുടെ സുഹൃത്തിന് IVF ചികിത്സ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ്. തുടക്കത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാകുകയും ചെയ്യുന്നു. ഒരു കുടുംബം തുടങ്ങാൻ കൊതിച്ചിരുന്ന അവർക്ക് ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടേണ്ടി വരികയും പ്രഗ്നൻസി വൈകുകയും ചെയ്യുന്നു. തൻ്റെ ജോലിയുടെ വിജയവും വളർന്നുകൊണ്ടിരിക്കുന്ന ആഗ്രഹവും അർജുനിൽ അഹങ്കാരം വളർത്തുന്നു. അത് അയാളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തിജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന മധ്യവയസ്കരായ ദമ്പതികൾ അർജുൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചിത്രത്തിൻ്റെ രണ്ടാം പകുതി അർജുൻ്റെ മാനസിക സംഘർഷങ്ങളിലും വെല്ലുവിളികളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തൻ്റെ അഹങ്കാരത്തെ അതിജീവിച്ച് ജീവിതത്തിൽ സങ്കീർണതകളെ നേരിടാൻ പഠിക്കുന്ന അർജുൻ്റെ ഒരു മോചനയാത്രയാണ് ചിത്രം ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവി മാതൃത്വവുമായി ബന്ധപ്പെട്ട് സാമൂഹിക സമ്മർദ്ദങ്ങളും പ്രതീക്ഷകളും വ്യക്തികളെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ചിത്രം എടുത്തു കാണിക്കുന്നു. വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അർജുൻ്റെയും സ്വാതിയുടെയും ബന്ധത്തിലെ ഉയർച്ച താഴ്ചകൾ ചിത്രം കാണിക്കുന്നു. അവസാനം അവർ ഒരുമിച്ച് ചേർന്ന് ശക്തമായ ഒരു കുടുംബ ബന്ധം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. ഇതുപോലുള്ള മൂവി റിവ്യൂസ് ആൻഡ് വൺ ലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.